ഞാലിപ്പൂവൻ കായ, പച്ചക്കായാണ് ഞാലിപ്പൂവൻ. ഇതുകൊണ്ട് നമുക്കൊരു കണ്ണൂർ സ്റ്റൈല് തോരൻ വയ്ക്കാം. അതായത് ഇവിടെ വയ്ക്കണ പോലത്തെ, ഇവിടെ നമ്മളിപ്പോൾ തിരുവനന്തപുരത്താണ്, ഇവിടെ നിന്ന് വയ്ക്കണ പോലുള്ള തോരനല്ല, കണ്ണൂർ സ്റ്റൈല്. അതായത് ഞാൻ അവിടെ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഒരു മോളുണ്ടായി. ആ മോള് വെച്ച കറിയാണ്, ആ മോള് ചിന്നു അവൾ വെച്ച കറിയാണത്, കണ്ണൂർ. അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഇഷ്ടമായി അത് തോരൻ. അതാണ് കേട്ടോ, അതാണ് ചെയ്യാൻ പോണത് കേട്ടോ. തൊലിത ഇതുപോലെ ചെത്തി മാറ്റിയിട്ട് ഇങ്ങനെ നാലാക്കി മുറിച്ചതാണ്. ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിരിക്കുന്നത്, വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴുകണം, എന്നാലേ അതിൻ്റെ കറ പോകുള്ളൂ, അല്ലെങ്കിൽ കറുത്തിരിക്കും. കണ്ടോ, ഇതുപോലെ കണ്ടോ, ഇതുപോലെ തൊലി ചെത്തി കളഞ്ഞ് കഷ്ണങ്ങളാക്കി ഉപ്പല്ല മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴുകിയെടുക്കണം. കണ്ടോ, ഇത് അതിനുള്ള കൂട്ടാണ്. ഇത് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി വെച്ച ഞാലിപ്പൂവൻ കായ. ഇത് ഒരു ചെറിയ ഇത്രയുള്ള ഒരു ചെറിയ സവാള കൊത്തിയരിഞ്ഞത്, പച്ചമുളക്, ഉള്ളി, കറിവേപ്പില, തേങ്ങ, ജീരകം, വെളുത്തുള്ളി ഇതൊന്നും വേണ്ട. പിന്നെ ഇത് കടുക് വറുക്കാനുള്ള കറിവേപ്പില. ഇത്രയുമാണ് ഈ തോരൻ വയ്ക്കാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം. കണ്ടതാ, ഇതിങ്ങനെ ഇത്രയ്ക്ക് ഇങ്ങനെ ചതച്ചെടുക്കാൻ പാടുള്ളൂ. ചതച്ചെടുത്തു. സ്റ്റൗ കത്തിച്ച് നമ്മൾ ചട്ടി വെച്ചു, ചീനച്ചട്ടി. അതിലേക്കൊരു 3 സ്പൂണ് വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ, അത് സ്പൂണ് കണക്കാണെങ്കിലും ചെയ്യാം. പിന്നെ കുറച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുക് കുറച്ചിട്ടാൽ മതി. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കടുക് പൊട്ടിയിട്ടില്ല, കടുക് പൊട്ടേണ്ട താമസമുണ്ട്. പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കരിവേപ്പിലിടാം. കാര്യം പറഞ്ഞാൽ അപ്പോൾ കടുകല്ലെങ്കിൽ പൊട്ടിയതാകത്തൊക്കെ ഇത് കരിവേപ്പിലയും കൂടി ഇട്ടാൽ അതിങ്ങനെ അടിയിൽ കിടന്ന് പൊട്ടും. അപ്പോൾ കടുക് പൊട്ടിത്തീരാറായി. പൊട്ടിത്തീർന്ന് കഴിയുമ്പോൾ നമ്മൾ സവാള ഇതിലേക്ക് ഇടുക. പൊട്ടിത്തീർന്നു. പിന്നെ ഈ സവാള വരുന്ന സവാള, ചെറിയ ഉള്ളിയാണ് നല്ലത്, എളുപ്പത്തിന് സവാള എടുക്കുന്നതല്ലേ. ചെറിയ ഉള്ളി ആണെങ്കിൽ കുറേ കൂടി ടേസ്റ്റ് ഉണ്ടാവും. ചെറിയ ഉള്ളി അപ്പം നമുക്ക് ഇങ്ങനെ കുറച്ച് വഴറ്റി കൊടുക്കുക. ഭയങ്കരമായിട്ടൊന്നും വഴണ്ട് വരണ്ട, ബ്രൗൺ കളറൊന്നും ആവണ്ട. ഇത് ഞാൻ പറഞ്ഞില്ലേ, കണ്ണൂർ ഞാൻ പോയപ്പോൾ ഞങ്ങളൊരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെയുള്ളൊരു മോൻ്റെ വൈഫ്, മോള് ചിന്നുന്നാണ് ഞാൻ വിളിക്കുന്നത്. അവളുടെ പേര് വേറെയാണ്, ചിന്നുന്ന് ഞാൻ മനസ്സുകൊണ്ട് വിളിക്കുന്നതാണ്. അവളൊരു ഈ ഞാലിപ്പൂവൻ്റെ തോരൻ വെച്ചിരുന്നു. അത് എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ഇങ്ങനെ കായയുടെ തോരനൊന്നും കഴിക്കാത്തതാണ്, പക്ഷേ അതെനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചിട്ട് ഞാൻ ചെയ്യണം കേട്ടോ, നിങ്ങൾക്കും കൂടി വേണ്ടി. ഈ കായ ഇതിലേക്ക് കായൽ ഈ കായത്ത് കുറേ കായ ഇന്നലെ പഞ്ഞി വെച്ച കായ കേട്ടോ, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. പക്ഷെ ഫ്രഷ് ആണെങ്കിൽ കുറേ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇന്നലെ വാങ്ങി വെച്ച കായ ഇതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇതായിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, പച്ച തന്നെ. നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ, ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കൂട്ടില്ലേ അത് ഇതിലേക്ക് ഇടുക. മുളക് പൊടിയൊന്നും ഇടില്ല,
പച്ചമുളക് മാത്രം. കാന്താരി മുളകാണെങ്കിൽ സൂപ്പറായിരിക്കും. നമുക്കത് പറ്റില്ല. കാര്യം നമ്മുടെ ഏട്ടനും ഞങ്ങൾക്ക് കഴിക്കണമല്ലോ. ഇതുണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തന്നാലും ഞങ്ങൾക്ക് കഴിക്കണേ. അപ്പോൾ ഏട്ടനും എനിക്കൊന്നും കാന്താരി മുളക് പറ്റില്ല. അത് ഭയങ്കര എരിവല്ലേ, അത് പറ്റില്ല. അതുകൊണ്ട് ഞാൻ പച്ചമുളക് എടുത്തത്, എരിവില്ലാത്ത പച്ചമുളക്. അതുകൊണ്ട് എന്താ നല്ലതായിട്ട് ഇങ്ങനെ വഴറ്റിക്കൊടുത്തതിന് ശേഷം നമ്മൾ കൂട്ടി വെച്ചിട്ട് ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു സ്പൂണിന് ഉപ്പ് ഞാൻ ഇടണം. പിന്നെ വെന്ത് കഴിയുമ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം കേട്ടോ. ഇത് തന്നെ കണക്കാവും. ഇതെല്ലാം കഴിഞ്ഞു ഇളക്കി വെച്ചല്ലോ. അപ്പോൾ നമുക്കിതിൽ വേഗവാനുള്ള വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാനെന്തെന്നറിയാം, വേണ്ട ഈ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു, എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു. എന്നിട്ടൊന്ന് മുളക് പൊടിയോ അങ്ങനെയുള്ള ഒന്നും ഇടണില്ല, ജീരകം ഇടണില്ല, വെളുത്തുള്ളി ഇടണില്ല, ഒന്നും ഇടണില്ല. ചെറിയ ഉള്ളി മാത്രം അതൊക്കെ എടുത്തു. പിന്നെ സവാള ഇട്ടു, കായ അരിഞ്ഞിട്ടു. ഇതൊക്കെ തന്നെ ഉണ്ടല്ലോ. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. അടച്ചു വയ്ക്കണം. അടച്ചു വെച്ചു. എന്നിട്ട് തീ കൂട്ടി വയ്ക്കുക. ഒരു കായ വേണം ഒരു സമയം, അതായത് ഒരു 10 മിനിറ്റ് വേണമായിരിക്കും, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്. ആ കായ വെന്ത് കിട്ടി 10 മിനിറ്റ് മതിയാവും. വലിയ വേവുള്ള കായല്ല. ഏത്തക്കായ ആണെങ്കിൽ നല്ല വേവുണ്ട്, ഇത് വേവ് കുറവാണ്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഞാൻ ഈ ഒരു 5 മിനിറ്റ് ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കും തീ കുറച്ചാണ് കേട്ടോ വെച്ചത്. ചെറിയ തീയിലാണ് പിന്നെ വെന്തത്. അപ്പോൾ അതാ വെന്തു, നല്ലതായിട്ട് വെന്ത് നല്ലതായി. കണ്ടോ, ഭയങ്കര ടേസ്റ്റാണ്, നല്ല സൂപ്പറാണ്. പക്ഷേ കുറച്ചും കൂടി തേങ്ങ വേണമായിരുന്നു. ഞാൻ ഒരു മുറി തേങ്ങ എടുത്തുള്ള, ഒരു ചെറിയ മുറി എടുത്തത്. ഇത്രയുള്ള ഒരു ചെറിയ മുറി എടുത്തത്. പക്ഷേ കുറച്ചും കൂടി തേങ്ങയുടെ നല്ല തേങ്ങ ഇങ്ങനെ പൊടിഞ്ഞിരിക്കും. ആ മോള് വെച്ചത് അങ്ങനെ അല്ലേ. നമ്മളെ ഞാലിപ്പൂവൻ്റെ കായ തോരൻ ശരിയായി. ഇത് അമ്മ തന്നെയാണ് ഉണ്ടാക്കലും വിളമ്പലും വീഡിയോ എടുക്കലും എല്ലാം, മനസ്സിലായി. അതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോയി എന്നൊക്കെ ഇരിക്കും. വിളമ്പി എടുത്തു. കണ്ടോ, നല്ല സ്വാദുള്ള ഒരു മുളകും കൂടി ഇങ്ങനെ വയ്ക്കാം അല്ലേ. കണ്ടോ, നല്ല സ്വാദുള്ള ഞാലിപ്പൂവൻ നമ്മൾ ഉള്ളിയിട്ട് വെച്ച തോരൻ. ഭയങ്കര രുചി. കൂട്ടി നോക്കി ഞാൻ, നന്നായിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണ്. ഓക്കേ.